ഓക്കെ, US ഹോളിഡേ ആണ്. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ അദ്ദേഹം പറയുന്നത്, ട്രംപ് പറയുന്നത് എന്നുള്ളതൊക്കെ വളരെയധികം പ്രധാനമാണ്. ഇതുവരെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു വാർത്തകളോ ഒന്നും അദ്ദേഹം പറഞ്ഞത് ഗോൾഡിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞതായിട്ടില്ല. പറഞ്ഞതായിട്ടില്ലാത്തതും ഒരു വാർത്ത തന്നെയാണല്ലോ നമുക്ക് സംബന്ധിച്ച്. ഇനി എന്തൊക്കെ സമയമൊക്കെ നോക്കണം, ഇനി എന്തെങ്കിലും പറയാൻ സമയം ബാക്കിയുണ്ടോ എന്നൊക്കെ. അത് ഞാൻ എന്താ ഇതുവരെ അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യങ്ങളും വരുന്നില്ല. പ്രത്യേകിച്ച് താരിഫിൻ്റെ കാര്യങ്ങളിലൊക്കെ ട്രേഡ് വാർ 2 എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അതിലൊന്നും എന്തില്ല, ഇപ്പോൾ പുതിയ താരിഫ് അതൊക്കെ അൺസർട്ടനിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഇറാൻ്റെ ഈ പ്രശ്നം ഇതൊക്കെ ഫിണറൽ നടക്കുന്നുണ്ട്. ഈ സുപ്രീം ലീഡർ അപ്പോൾ വിദേശ നേതാക്കൾ വന്ന് അദ്ദേഹത്തെ ഒരുപാട് പേരെ ആദരിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവിടെ നടക്കുന്നുണ്ട്. ഹോർമുസിൻ്റെ കാര്യങ്ങൾ ഇനിയും ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒക്കെ ദോഹയിൽ ഇനിയും അതിൻ്റെ ടോക്സ് നടക്കുകയാണ്. ഈവൻ സീസ് ഫെയർ എക്സിസ്റ്റ്. ഓക്കെ, എക്സിസ്റ്റ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഈ സമയത്താണ് നമ്മൾ പ്രത്യേകിച്ച് NFP ഡേറ്റ കരുതിയതിനേക്കാളും വാൾ സ്ട്രീറ്റ് കരുതിയ 1,10,000 പകുതി, അതായത് 57,000 പകുതിയാണ് വന്നിട്ടുള്ളൂ. അത്രയും മോശം ഡേറ്റയാണ്. അതും വേൾഡ് കപ്പൊക്കെ നടന്നിട്ട് ജോലിയൊക്കെ ആഡ് ചെയ്യുന്ന അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. ആ എക്സ്പെക്റ്റേഷനൊക്കെ പോയി. അപ്പോൾ അതൊക്കെ ഡോളറിനും ഈൽഡിനും ഇടിയായി. ഗോൾഡ് ഉയർന്നു, ഡോളറും ഈൽഡും ഇടിഞ്ഞു. ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി വളരെ കുറവായിരിക്കും. ചെറിയ ഓർഡറുകൾക്ക് തന്നെ വലിയ മൂവ്മെൻറ്റ്സുകൾ ഉണ്ടാകും. ബട്ട് റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആയിരിക്കുന്നു ഇന്ന് ഫുള്ള് ഉണ്ടായിരുന്നത്. 4,185 US$, അതേപോലെ തന്നെ 4,160 ഇടയ്ക്കായിരുന്നു ഗോൾഡ്. മോസ്റ്റ് ഓഫ് ദി ടൈം 4,174 ആധാരമാക്കിയായിരുന്നു ഗോൾഡ് ഉണ്ടായിരുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ. രൂപയിലും വലിയ മാറ്റങ്ങൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ JP മോർഗാനൊക്കെ അദ്ദേഹമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം പറഞ്ഞു ഗോൾഡ് തീരെ മുകളിലേക്ക് പോകില്ല എന്ന് പറയുന്നു. അപ്പോൾ ആളല്ലട്ടോ, അത് ബാങ്കാണ്. അപ്പോൾ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ, അവർ പിന്നീട് എന്ത് പറഞ്ഞു, ഈ എല്ലാവരും പിന്നെ ഉയരാനാണ് തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു, ഇത് 6,000 വേഗം ഈ ഇയറിൻ്റോടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു കുറേ യൂട്യൂബർ. അതിനുശേഷം എന്ത് ചെയ്തു, ഗോൾഡ് മൊത്തം ഇടിഞ്ഞ് താഴേക്ക് ഇപ്പോൾ 3,940 വന്നു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഇനിയും ഉയരും പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു റേഞ്ച് ബൗണ്ട് ആയിരിക്കും 4,300 എന്തായിരിക്കും. അങ്ങനെ വീണ്ടും മാറ്റി അവർ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അവർ മാറ്റി പറഞ്ഞാൽ കുഴപ്പമില്ല, അവർ വലിയ സംഭവമായതാണ് പിന്നെ എന്താക്കണം. പക്ഷേ ഇവിടെ നമ്മളിനി ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കൂടുമോ കുറയുമോ എന്നതിൻ്റെ കാര്യം. നമുക്ക് അടുത്ത ഇപ്പോൾ എന്തെങ്കിലും ഡേറ്റ വന്നല്ലോ, ജൂലൈയിൽ എക്സ്പെക്റ്റേഷൻ മൊത്തം പോയി. റേറ്റ് ഹൈക്കിനുള്ള സാധ്യതകൾ ജൂലൈയിൽ ഉള്ളത് എന്തെങ്കിലും മങ്ങി. സെപ്റ്റംബറിലാണ് ഇനി പിന്നെ ഉള്ളത്. ഓക്കെ, പറയാനുള്ളത് സെപ്റ്റംബറിലും പിന്നെ മറ്റുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ജൂലൈയിൽ തന്നെ അവസാനം 27 നമുക്ക് ഡേറ്റ് കറക്റ്റായിട്ട് വെക്കണം. 27 ഐ തിങ്ക്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഡേറ്റുകളാണ്. എന്തായാലും ലാസ്റ്റാണ്. അപ്പോൾ ആ ഒരു ജൂലൈയിൽ എന്തായിരിക്കും റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ ഇല്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളും ഇതൊക്കെ നോക്കണം. FOMC മിനിറ്റ്സ് ഉണ്ട്, അതിലെന്തെങ്കിലും വരുന്നത് നോക്കണം നെക്സ്റ്റ് വീക്കിൽ. പിന്നെ വേറെ പ്രധാനമില്ലാത്ത ഓരോ ഇതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേറെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. പക്ഷേ 4,200-220 അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ വിലയിരുത്തുമ്പോഴും അപ്പോൾ ഇനി ഗോൾഡ് മുകളിലേക്ക് താഴേക്കായി എന്നുള്ളതാണ്. 3,500 4,500 എന്നുള്ളൊരു കൺഫ്യൂസിങ് പോയിന്റിലാണ് ഇരിക്കും പലരും ഉണ്ടാവും. ഒരുപാട് പേര് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ നടക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റുകളിൽ അനുസരിച്ചും കമൻസിനനുസരിച്ചും റീകമൻസിനനുസൃതമായിട്ടും പോളിസികൾക്ക് അനുസൃതമായിട്ട് മാറും. ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമുക്ക് പറയുമ്പോൾ ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ വെറുതെ നോക്കി, എന്തൊരു കുറഞ്ഞ പൈസയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഇതിന് 1,00,000 കറക്റ്റാക്കി തൊട്ടോ. 1,05,800 ഓൺലി ഇൻ്റർനാഷണൽ എന്നൊക്കെ കേരളത്തിലൊക്കെ എടുക്കുന്നത് നോക്കാം. അപ്പോൾ 1,05,800 തന്നെ. അപ്പോൾ ഈ 1,05,800 എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ നോക്കും. പക്ഷേ ഒരു ഔൺസിനൊക്കെ നോക്കുമ്പോഴേ അതിനെ തങ്കം ലെവലിൽ തന്നെ നോക്കുമ്പോഴൊക്കെ അതായത് 31.1 ഗ്രാമിന് അല്ലെങ്കിൽ 4 പവനിൻ്റെ അടുത്തുള്ള തങ്കത്തിന് വരുന്നത് തന്നെ 3 lakh സംതിങ് ആണ്. വെരി വെരി ചീപ്പ് അങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ അത് ഒരു 4 ലക്ഷം 4 ലക്ഷം പോരാ. 4 × 1.5 എത്രയായി? 6 ലക്ഷം 4 ഒരു 5 കിട്ടോട്ടെ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേഗം 1,25,000 ആ റേഞ്ചൊക്കെ വേഗം ഗോൾഡ്
മൂവ് ചെയ്യാനുള്ള സാധ്യതകളാണ് കൽപ്പിക്കപ്പെടുന്നത്. അതിന് മേലേക്ക് പൂട്ടും ചെയ്യാൻ പറ്റും പെട്ടെന്ന്. അത് കാരണം ഇതൊരു ഫെയർ വാല്യൂ പോരാ ഗോൾഡിനെ സംബന്ധിച്ച്. കാരണം ഇതൊക്കെ ടാക്സും മറ്റുള്ള പൈസയും 15% ടാക്സും ബാക്കിയൊക്കെ എന്താ ഉള്ളത്. ഓയിൽ വാങ്ങി വെറുതെ കത്തിച്ച് കളയുന്ന ഓയിലുണ്ടല്ലോ വണ്ടിയിലൂടെ. അപ്പോൾ അതൊക്കെ ആ ഓയിൽ വാങ്ങാനുള്ള പൈസ ഉണ്ട് 110 റേഞ്ചിൽ മേലൊക്കെ എങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല. അടിക്കലുണ്ട് അങ്ങനെ പൈസ പറഞ്ഞടിക്കുന്നില്ല. അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള ഓയിൽ ഞാൻ ആ റേഞ്ചാണ്. അപ്പോൾ വെരി ചീപ്പാണ്, വെരി ചീപ്പ്. അപ്പം അങ്ങനെ ആ കാഴ്ച വേണം, അങ്ങനത്തെ ഇത് നോക്കണം. നമ്മളെല്ലാ നിലക്കും നമ്മൾ നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഇത് പ്രൈസ് എന്താവും, വേഗം ഉയരുകയാണ് ചെയ്യുക, അല്ലാതെ ഇടിയുകയല്ല. ഇടിയുമ്പോൾ മുടിഞ്ഞാലും ഇനിയും ഇടിയണം. 5600 ആയപ്പോൾ എന്താണ് ഇനി ഞങ്ങൾക്ക് ഒരു എന്തെങ്കിലും മറ്റുള്ള ഭക്ഷണങ്ങൾ ഇറക്കി തരണേ എന്ന് പറഞ്ഞ പോലെ ഇനിയൊന്ന് ഗോൾഡൊന്ന് ഇറക്കി തരണേ എന്ന് പറഞ്ഞ് അത് ഇറക്കി തന്നൊരു ടാക്സ് കൂട്ടിയാണ്ട് ഇതായി. ഇപ്പോൾ ശരിക്കും ഇല്ല ഈ പ്രൈസ് 1,000 അപ്പോൾ അത്ര ഇടിച്ചു എന്ന് തന്നെ പറയാം. ഇതൊക്കെ പേപ്പറിൽ അങ്ങനെ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വേറെ അത് എക്സ്പോസ് ചെയ്യപ്പെടും, വേറെ കാര്യം. അപ്പോൾ പേപ്പറിൽ ഇങ്ങനെ വിരലുകൊണ്ട് ടക്കാരനെ അടിക്കണത്. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചാണ്ട് ഇങ്ങനെ ഇടിയാണ്. അതൊക്കെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, അത് വേറെ കാര്യം. ഇതൊന്നും ഫിസിക്കൽ സാധനത്തിൻ്റെ വില കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും മാറ്റി എഴുതപ്പെടും എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അത് വേറെ ലെവലിൽ പോയേക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇപ്പം നാളെ പോകത്തെ വിപണി പ്രകാരം 120 കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇന്ന് ഇതില്ലേ ആക്ടിവിറ്റി US മാർക്കറ്റ് ഇതായി കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാവരും അങ്ങ് വലിയ ആൾക്കാരൊക്കെ പിന്നെ ഫ്രൈഡേ ആകുമ്പോൾ തന്നെ ഉച്ചക്ക് തന്നെ എല്ലാവരും വലിക്കാൻ തുടങ്ങും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആക്ടിവിറ്റി ആൾക്കാർ മറ്റുള്ള ഇതായാലും ഇന്ത്യൻ മാർക്കറ്റ് ആയാലും ഈ ലണ്ടൻ മാർക്കറ്റ് ഒക്കെ എല്ലാവരും ഒന്ന് ഒതുങ്ങും. ഓക്കെ, ലിക്വിഡിറ്റി വേണ്ടേ. അപ്പോൾ ഡാറ്റയോ ഒന്നും വേറെ ഒന്നും വരാനോ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ തന്നെ ഇത് എന്താണ് ഉഷാറില്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ അതങ്ങനെ കിടന്നു ഗോൾഡ്. അപ്പോൾ ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഉയരാനാണ് സാധ്യത എന്നുള്ളതാണ്. ആളുകൾ ഇനി ഇടിയാനാണ് സാധ്യത എന്നിങ്ങനെ കരുതി നിൽക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ സെല്ലുകൾ ഇങ്ങനെ വരും. ആ സെല്ലിലേക്ക് ഇങ്ങനെ ബയ്യങ്ങൾ ഇങ്ങനെ നടക്കും. കാരണം 4200 4000 തന്നെ ആവാൻ വേണ്ടി എത്രയോ കഷ്ടപ്പെട്ട് അയ്യോ 4300 ഇത് സെല്ല് ഞാൻ കിട്ടിയ അവസരം സെല്ല്. അവൻ സെല്ല് ചെയ്യുമ്പോൾ 4350 കിടക്കുമ്പോൾ അവനങ്ങ് ഭയക്കും. അവൻ തന്നെ ചെയ്യും, ബൈ ചെയ്യും 4350 പേടിച്ചിട്ട്. അപ്പോൾ അവൻ്റെ ഓർഡർ ബൈ ആയി മാറി. അപ്പോഴും പുതിയ ആൾ വരും, അയ്യോ 4350 എത്തിയല്ലോ, ഇനിയിപ്പോൾ ഇവിടെ ഇടാം കൊടുക്കുക, ഒരു സെല്ല് കൊടുക്കും. അവൻ അവിടെ സെല്ലിടും. മറ്റവന് എന്ത് ചെയ്യും, മറ്റവൻ്റെ ആ പുതിയ ആളുണ്ടല്ലോ അവൻ്റെ ബൈ അതവിടെ കിടക്കും. അത് മേലേക്ക് ഓൻ്റെ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ 4400 കിടക്കണം. അപ്പോൾ അവൻ അവിടെ പോയി ബൈ അങ്ങനെ കയറി അങ്ങനെ പോകും. അതൊരു കളി, അത് വേറെ ലെവല്. പക്ഷേ ഈ ഫിസിക്കൽ സാധനം അങ്ങനെ ഉയരുന്ന വേറെ ഇതാണ് ഇങ്ങനെ നടക്കാൻ പോകുന്നത് സാധ്യത. ഓക്കെ, അപ്പോൾ അതൊരു കാര്യം. ഫിസിക്കൽ സാധനം അത് വേറെ തന്നെ. അതിന് ഇത് പോരാന്ന് ഞാൻ പറയുന്നത്. ഈ നമ്മളൊരു സാധനത്തിന് നോക്കുമ്പോൾ ഇത്ര ഉള്ളൂ എന്ന് പറയുമ്പോൾ ആ പ്രൈസ് വളരെ കുറവാണ്. അപ്പോൾ അത് വേഗം വലിയ നമ്പറിലേക്ക് പോയേക്കും.